നവംബർ 8 മെത്രാനായിരുന്ന വിശുദ്ധ ഗോഡ്ഫ്രേയുടെ തിരുനാളിൽ ആഗോളസഭ. ഫ്രഞ്ച് മാതാപിതാക്കന്മാരിൽ നിന്ന് സ്വാസോണിന് സമീപമാണ് ഗോഡ്ഫ്രേ ജനിച്ചത്. അമ്മ മരിച്ചുപോയപ്പോൾ പിതാവ് അവനെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചു. 5 വയസ്സുള്ളപ്പോൾ അവനെ അവന്റെ ജ്ഞാനസ്നാന പിതാവ് ഗോഡ്ഫ്രേയുടെ കൂടെ താമസിപ്പിച്ചു. രാപ്പകൽ അവൻ പ്രാർത്ഥനയിലാണ് സമയം ചെലവഴിച്ചിരുന്നത്. 25-ാമത്തെ വയസ്സിൽ അവൻ വൈദികനായി. താമസിയാതെ തന്നെ നശിക്കാറായിരുന്ന നോജറ്റ് ആശ്രമത്തിന്റെ അധികാരിയായി നിയമിക്കപ്പെട്ടു. അദ്ദേഹം ആശ്രമം പുതുക്കിപ്പണിയുകയും ആധ്യാത്മിക ചൈതന്യം ഉളവാക്കുകയും ചെയ്തു. 1101-ൽ ആമീൻസിലെ ബിഷപ്പായി നിയമിക്കപ്പെട്ടു. അനുതാപ വസ്ത്രം ധരിച്ച് നഗ്നപാതനായിട്ടാണ് അദ്ദേഹം നഗരത്തിലേക്ക് പ്രവേശിച്ചത്. മെത്രാസന ഭവനത്തിൽ ഒരു സന്യാസിയെ പോലെ തന്നെ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിന്റെ ശാന്തതയും ക്ഷമയും അന്യാദൃശ്യമായിരുന്നു. ക്രിസ്തുവിന്റെയും 12 അപ്പസ്തോലന്മാരുടെയും ഓർമ്മയ്ക്ക് ദിനംപ്രതി 13 ദരിദ്രർക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം മേശയിൽ ഭക്ഷണം കൊടുത്തിരുന്നു. പലപ്പോഴും അദ്ദേഹം കുഷ്ഠരോഗ ആശുപത്രി സന്ദർശിച്ച് രോഗികളെ ആശ്വസിപ്പിച്ചിരുന്നു. റീംസിലെ മെത്രാപ്പോലിത്തായെ സന്ദർശിക്കാൻ പോയ വഴിക്ക് അദ്ദേഹം രോഗബാധിതനാവുകയും അന്ത്യകൂദാശകൾ സ്വീകരിച്ച് 1115 നവംബർ 8-ാം തീയതി സ്വാസോൺസിൽ വിശുദ്ധ ക്രിസ്പിന്റെ ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിക്കുകയും ചെയ്തു. വിശുദ്ധ ഗോഡ്ഫ്രേയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.